പൊന്നാനിയിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ മിന്നൽ പരിശോധന. ജോയിന്റ് ആർടിഒ ഇബ്രാഹിം കുട്ടിയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയ പരിശോധന വൈകുന്നേരവും തുടരുകയാണ്. ചങ്ങരംകുളം, എടപ്പാൾ എന്നിവിടങ്ങളിൽ ഇൻസ്പെക്ടർമാർ ഇല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അവരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ഡ്രൈവിംഗ് സ്കൂളുകളാണ് പൊന്നാനിയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത്. പൊന്നാനി ജോയിന്റ് ആർടിഒ ഓഫീസിൽ വ്യാപകമായ ക്രമക്കേട് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ കണ്ടെത്തിയതിനു പിന്നാലെയാണ് തിങ്കളാഴ്ചത്തെ ഈ മിന്നൽ പരിശോധന. ഒരു ദിവസം 147 ഡ്രൈവിംഗ് ലൈസൻസും 50ഓളം വാഹനങ്ങൾക്ക് ഫിറ്റ്നസും അനുവദിച്ചതിലെ ക്രമക്കേടാണ് മന്ത്രി കയ്യോടെ പിടികൂടിയത്. ഇതോടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ വേഗതയിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെ കൊണ്ട് ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് കള്ളത്തരം പുറത്തു വന്നത്. മന്ത്രിക്ക് മുന്നിൽ 12 ടെസ്റ്റുകൾ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർക്ക് നടത്താൻ കഴിഞ്ഞത്. നേരിട്ട് ഓഫീസിൽ നൽകുന്ന അപേക്ഷകരെ ബുദ്ധിമുട്ടിക്കുക, ലൈസൻസിന് ആവശ്യമായ രേഖകളിൽ കൃത്രിമം നടത്തുക, നേരിൽ പരിശോധിക്കാതെയും നിയമങ്ങൾ നടപ്പിലാക്കാത്തതുമായ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് അനുവദിക്കുക, യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി പൊന്നാനി ബസ് സ്റ്റാൻഡ് പെർമിറ്റുള്ള ബസ്സുകൾ KK ജംഗ്ഷനിൽ ട്രിപ്പ് കട്ട് ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുക, അനധികൃത RTO ഏജന്റുമാരുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ ഒത്താശ ചെയ്യുക തുടങ്ങി നിരവധി പരാതികൾക്കിടയിലാണ് പൊന്നാനി ജോയിന്റ് RTO ഓഫീസിന്റെ ഈ പ്രവർത്തനം. പരാതികൾക്ക് പരിഹാരം കാണാത്ത പൊന്നാനി ജോയിന്റ് RTO ഓഫീസിലെ അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റി ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു.